കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കുമെന്ന് പറഞ്ഞില്ലേ? യോഹന്നാൻ 16:14 അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയണം, അവൻ സ്വമേധയാ ആയിരിക്കില്ല സംസാരിക്കുന്നത്. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. അവൻ കേൾക്കുന്നത് മാത്രം സംസാരിക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ നിങ്ങളെ അറിയിക്കും. അത് വാഗ്ദാനമാണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ അമ്മയാണ് കൃപാസത്തെ അറിയിക്കണത്. ഇതുപോലെ തന്നെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യം എന്നറിയോ, ഈ മനുഷ്യന്മാർക്ക് ദൈവത്തിൻ്റെ ചൈതന്യത്തിൽ ജീവിക്കുന്നത്, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇവർ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മുടെ ആശ്രമ സ്പിരിച്വാലിറ്റി സംഭവത്തിനെ കോംപ്ലിക്കേറ്റ് ആക്കിയിട്ടുണ്ട്. സാധാരണ മനുഷ്യർക്ക് സാധ്യമല്ല എന്ന രീതിയിലാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല, ഇത് എല്ലാവർക്കും സാധിക്കും. ആധ്യാത്മിക ജീവിതം നമ്മളൊന്ന് വചനം അനുസരിച്ച് ജീവിക്കാൻ വേണ്ടി ഡെലിവറൻസ് പ്രെയർ ഉള്ളതാണ്. ഈ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ അത് കണ്ടൻറ്റ് വൈസ് ഭയങ്കര റിച്ചാണത്. അത് ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിങ്ങളെ രക്ഷിക്കണമേ. ഇത് നിങ്ങളെ ഒരു ദിവസം ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. ഞങ്ങളെ സ്വർഗ്ഗസ്ഥനായ പിതാവ് മൊത്തം ചെല്ലണതിന് പകരം ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കണം, തിന്മയിൽ രക്ഷപ്പെടാൻ വേണ്ടി. അങ്ങനെ വന്നാൽ ഓട്ടോമാറ്റിക്കലായിട്ട് പാപങ്ങൾ മിനിമൈസ് ചെയ്ത് വരും. പാപം ഒഴിവാക്കി ജീവിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴിയാണിത്. ഒന്ന്, നമ്മളതിനെക്കുറിച്ച് കോൺഷ്യസ് ആവും. രണ്ടാമത്, നമ്മളുടെ ബലഹീനത ഉണ്ടെങ്കിൽ ദൈവം നമുക്കൊരു സംരക്ഷണം നൽകും. ഒരേ സമയം സ്വർഗ്ഗസ്ഥനായ പിതാവ് ഈശോ പഠിപ്പിച്ചപ്പോൾ അതിൻ്റെ അകത്ത് സംരക്ഷണ പ്രാർത്ഥനയുണ്ട്, പ്രേയർ ഓഫ് ഡെലിവറൻസും ഉണ്ട്. ഡെലിവറൻസ് ഫ്രം ദി ഈവിൾ, ആമേൻ. കണ്ടാ, ഞങ്ങളെ തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. പിന്നെ എന്താണ്? ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്. ഇത് തന്നെ പാപം ഒഴിവായി ജീവിക്കുക. ഇപ്പം നിങ്ങൾ കുമ്പസാരിക്കുകയും ചെയ്യത്തില്ലേ? കുമ്പസാരിക്കുമ്പോൾ അതിന് ശേഷവും പ്രായശ്ചിത്തം അച്ഛൻ ചെയ്താലും ആത്മാർത്ഥമായിട്ട് കുറച്ച് നേരം പള്ളിയിൽ നിന്നൊരു മനസ്സുകളിൽ ദൈവത്തോട് നമ്മൾ പേഴ്സണലായിട്ട് ഇൻടാക്ട് ചെയ്യണം. എന്നതാണ് ദൈവത്തെ തോന്നണം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം ഓരോ പ്രാർത്ഥനയ്ക്കുള്ള പ്രശ്നം ഇത് നമ്മൾ ഓൺ ചെയ്യുന്നതിന് ദൈവത്തിന് അറിയാവുന്ന കാരണം ദൈവത്തിന് സെക്കൻഡ് ക്വസ്റ്റൻ ചോദിക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. എന്താണ്? ഡു യു ആക്ച്വലി മീൻ ഇറ്റ്? ഡെലിവറൻസ് പ്രെയർ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടല്ലേ? ഇപ്പോൾ പല ഡെലിവറൻസ് പ്രെയർ നിങ്ങൾ ഓർക്കണത് അച്ഛന്മാർക്കും അത് ചെല്ലാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈശോ തന്ന സ്വർഗ്ഗസ്ഥനായ പിതാവിൽ ആണ് ഏറ്റവും ടോപ്പ് ഡെലിവറൻസ് പ്രെയർ. ഡെലിവറൻസ്, അതായത് കർത്താവെ എല്ലാ